UN ജനറൽ അസംബ്ലിയിൽ സ്വതന്ത്ര പലസ്തീനു വേണ്ടി ലോക നേതാക്കൾ വാദിക്കുമ്പോൾ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 30-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത PPA ജെയിംസ് അറിയിക്കുന്നു. സ്വതന്ത്ര പലസ്തീൻ വാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UN തള്ളി. ട്രംപിനെയും ഇസ്രയേലിനെയും കുറ്റപ്പെടുത്തി പലസ്തീനെ അനുകൂലിച്ച് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റും മറ്റ് ലോക നേതാക്കളും UN രംഗത്ത് വന്നതും കാണാമായിരുന്നു. ബിബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ എന്നൊരു രാജ്യത്തെ അംഗീകരിക്കില്ല എന്ന് വെട്ടിത്തുറന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രപതിമാരുടെ എല്ലാം നിലപാട് ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും SKN. ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ന്യൂയോർക്കിൽ നടക്കുകയാണ്. ലോക ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. 200 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ അതിപ്രധാനമായ വിഷയം പാലസ്തീൻ യുദ്ധവും അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധവുമാണ്. ഈ പാലസ്തീൻ്റെ കാര്യത്തിൽ ലോക നേതാക്കൾ, ട്രംപും ഇസ്രായേലും ഒഴികെ ലോക നേതാക്കളൊക്കെ പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി അതിശക്തമായ വാദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇടയിലാണ് ട്രംപ് കയറി 55 മിനിറ്റ്, സാധാരണ 15 മിനിറ്റാണ് സംസാരിക്കുക, 55 മിനിറ്റ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കില്ല. ഈ ട്രംപിന് 2 നയമാണ്. ഇതിനിടയിൽ അതിശക്തമായ ഭാഷയിലാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അറബ് നേതാക്കളൊക്കെ രംഗത്ത് വന്നത് ട്രംപിനെതിരെ. പക്ഷേ ട്രംപിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനം ജനറൽ അസംബ്ലിക്കിടയിൽ ടെലിവിഷൻ ചാനലിൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടാളിയായ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ്. ആദ്യം ഗസയിൽ പ്രശ്നങ്ങൾ തീർക്കാൻ, യുദ്ധം തീർക്കാൻ സഹായിക്കൂ, എന്നിട്ട് സമാധാനത്തിന് നൊബേൽ സമ്മാനത്തെക്കുറിച്ച് പറയൂ എന്ന് ട്രംപിനോട് മുഖത്ത് നോക്കി ചോദിക്കുന്നത് പോലെ ഇമ്മാനുവൽ മാക്രോൺ ചോദിച്ചു. ഇപ്പോൾ ട്രംപിന് ഒരു തിരിച്ചടി പറ്റിയെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ന്യൂയോർക്കിൽ അറബ് നേതാക്കളെ കണ്ട് പുതിയ ഒരു പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. SKN. പ്രത്യേകിച്ച് അറബ് നേതാക്കൾ UAE-യുടെ, സൗദി അറേബ്യയുടെ, അതുപോലെ തന്നെ ജോർദൻ, ഈജിപ്റ്റ്, ഖത്തർ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ, പാകിസ്ഥാൻ അടക്കം രാജ്യങ്ങളുടെ നേതാക്കളെ കണ്ട് പറഞ്ഞത് ഗസയുടെ നിയന്ത്രണം ഇസ്രായേലിൽ നിന്ന് എടുത്തു മാറ്റാം, അറബ് നേതാക്കൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കൂ, ബന്ദികളെ വിട്ടയക്കൂ, ഹമാസ് നീങ്ങിപ്പോകട്ടെ, നമുക്ക് പുതിയ പദ്ധതിയുമായി തീർക്കാം. ഒരുപക്ഷെ ട്രംപ് അടുത്ത കാലത്ത് പറഞ്ഞ ഏറ്റവും എന്താ പറയുക നല്ല ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഇതുവരെ ട്രംപ് പറഞ്ഞതൊക്കെ പൊള്ളത്തരങ്ങളായിരുന്നു. പക്ഷേ ഇതിൽ അല്പം വ്യത്യസ്തമായത് എനിക്ക് തോന്നുന്നു പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്രം അംഗീകരിക്കില്ല എന്ന ട്രംപിൻ്റെ നിലപാടിനോട് അറബ് രാജ്യങ്ങളടക്കം ലോകമെമ്പാടുന്ന എതിർപ്പ് ഉയർന്നതുകൊണ്ടായിരിക്കാം അറബ് നേതാക്കളോട് പുതിയ പ്രപ്പോസലുമായി ട്രംപ് വന്നിരിക്കുന്നത്. SKN. ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിക്കുന്ന യുക്രൈൻ്റെ കാര്യത്തിൽ ട്രംപ് ജോ ബൈഡന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ ട്രംപ് പറഞ്ഞിരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് റഷ്യയുടെ ഭാഗമാണ് തെറ്റ്, യുദ്ധമുണ്ടാക്കിയത് ഉക്രൈൻ എന്നായിരുന്നു. ഇപ്പോൾ നിലപാട് കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. ട്രംപ് പറയുന്നത് ഉക്രൈൻ കയറി തിരിച്ചടിച്ചോളൂ, സ്ഥലം പിടിച്ചെടുത്തോളൂ, അതുപോലെ തന്നെ ഏത് നാറ്റോ രാജ്യത്തേക്ക് റഷ്യയുടെ ഡ്രോൺ വന്നാലും റഷ്യയെ തിരിച്ചടിക്കൂ, പുടിനെ തിരിച്ചടിക്കൂ എന്ന രീതിയിൽ ഉക്രൈൻ്റെ കാര്യത്തിലും ട്രംപ് മാറിയിരിക്കുന്നു. എന്തായാലും SKN. UN ജനറൽ അസംബ്ലി വല്ലാത്ത ഇതിലേക്ക് പോവുകയാണ്. ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.